ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൃഷി വരുണിനെ തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അനിരുദ്ധ് സാർ എത്തുന്നത്. അനിരുദ്ധ് സാറിനെയും കൃഷി തല്ലുന്നുണ്ട്. ഇതോടെ അനിരുദ്ധ് സാറിന് ദേഷ്യം വന്നിട്ട് കൃഷിനെ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഈ പോലീസിനെ തല്ലാനായോടാ എന്ന് പറഞ്ഞിട്ട് മറ്റു പോലീസുകാരോട് ഇവനെ പിടിച്ച് പോലീസ് ജീപ്പിൽ കയറ്റുക എന്ന് അനിരുദ്ധ് സാറ് പറയുകയാണ്. കൃഷിനെ പോലീസുകാർ കൊണ്ടുപോകുന്ന സമയത്ത് ധനലക്ഷ്മിക്കാണെങ്കിൽ വളരെ സന്തോഷമാവുന്നുണ്ട്. അനുജും വരുണിന്റെ അച്ഛനും അമ്മാവനും എല്ലാവരും വരുണിനെ പിടിച്ച് അവിടെ ഇരുത്തുവാണ്. അപ്പോഴേക്കും ധനലക്ഷ്മി വന്നിട്ട് വരുണിനോട് ചോദിക്കുകയാണ്, മോനെ വരുണെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വരുണ് ധനലക്ഷ്മിയെ ദേഷ്യത്തോടെ നോക്കുകയാണ്. ധനലക്ഷ്മിയാണെങ്കിൽ മനോജിനോട് സ്വകാര്യത്തിൽ പറയുന്നുണ്ട്, മനോജേട്ട ഇനി വരുണിന്റെ ദേഹത്ത് ഒരു എല്ലുപോലും പൊട്ടാനില്ലെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ വരുണിന്റെ അച്ഛനും അമ്മാവനൊക്കെ പറയുന്നുണ്ട്, മോനെ വരുണെ നിന്നെ ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവര് വരുണിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ സമയം കൃഷിനെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോവുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും വളരെ സങ്കടമാവുന്നുണ്ട്. കൃഷിനെ പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് കൺമണി കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രീനിവാസൻ വന്നിട്ട് കൺമണിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം വരുണിന്റെ അച്ഛനും അമ്മാവനും കൂടിയിട്ട് വരുണിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. കൃഷി ശരിക്കും വരുണിനെ പഞ്ഞിക്കിട്ടിട്ടുണ്ട്. വരുണിന്റെ ശരീരമെല്ലാം ഫുള്ളും ഒടിവും ചതവുമാണ്. അപ്പോൾ നേഴ്സ് വരുണിന്റെ അച്ഛനോട് പറയുന്നുണ്ട്, ഇയാൾക്ക് ഇത് തന്നെയാണോ പണി? ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം ഇയാൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? വീട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് നേഴ്സ് പറയുമ്പോൾ അമ്മാവൻ പറയാണ്, അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കൂ കൊച്ചെ, ഞാൻ പറഞ്ഞതാണ് അവനോട് ആ കുടുംബത്തിൽ നിന്ന് പെണ്ണ് വേണ്ടെന്ന്. അപ്പോൾ അവന് ഒരേ നിർബന്ധം, ഇപ്പൊ എന്തായി കിടക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയാണ്. ഇതൊക്കെ പറയുമ്പോൾ വരുണിന് അമ്മാവനോട് വളരെ ദേഷ്യമുണ്ട്. അപ്പോൾ നേഴ്സ് പറയാണ്, എന്തായാലും ആ പെണ്ണ് രക്ഷപ്പെട്ടല്ലോ, ആശ്വാസമായി എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, ഓ ഇപ്പോൾ ഇവനെ തല്ലിച്ചതച്ച ആ ചെക്കൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കുമെന്ന് അമ്മാവൻ പറയുന്നുണ്ട്. അതിനുശേഷം കൃഷിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയാണ്. എന്നിട്ട് അനിരുദ്ധ് സാറ് അവിടെയുള്ള മറ്റൊരു പോലീസിനോട് പറയാണ്, എല്ലാ വകുപ്പുകളും ഇവന്റെ മേൽ ചേർക്കണം. വധശ്രമം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോക്ക്, പീഡന ശ്രമം ഉൾപ്പെടെ എല്ലാം ഇവന്റെ മേലെ ചാർജ് ചെയ്യണം. ഇവനിന് പുറം ലോകം കാണരുത് എന്ന് അനിരുദ്ധ് സാറ് പറയാണ്. പിന്നീട് കൃഷിനോട് അനിരുദ്ധ് സാറ് പറയാണ്, നീ അന്ന് എന്താ എന്നോട് പറഞ്ഞേ, എന്നെ ഇവിടുന്ന് ഓടിക്കുമെന്നല്ലേ? ഇനി നീ നോക്കിക്കോ, പുറം ലോകം കാണില്ലടാ എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് മഹി എത്തുകയാണ്. അപ്പോൾ മഹി അനിരുദ്ധ് സാറിനോട് ചോദിക്കുന്നുണ്ട്, സാർ എന്താ സാർ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് സാർ മഹിയോട് പറയാണ്, നിന്റെ സാറിനെ ഞാൻ പൂട്ടി, പോലീസിനെ തല്ലിയതുൾപ്പെടെ ജാമ്യമില്ലാത്ത കുറെ വകുപ്പുകൾ ഇവന്റെ മേലെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്ന് അനിരുദ്ധ് സാർ പറയുമ്പോൾ മഹി പറയാണ്, എന്താ സാർ ഇത്, വെറുതെ വാശി തീർക്കല്ലേ എന്ന് പറയുമ്പോൾ വീണ്ടും അനിരുദ്ധ് സാർ പറയാണ്, വാശി എനിക്കല്ലടാ നിന്റെ സാറിനാണ്. കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ തന്നെ പ്രേമിക്കണം അവന്, അവളുടെ കെട്ട് കഴിഞ്ഞിട്ട് ഇനി നിന്റെ സാറ് പുറത്തു വരൂ എന്ന് അനിരുദ്ധ് സാർ പറയാണ്. അപ്പോൾ മഹി പറയുന്നുണ്ട്, ഞങ്ങളുടെ കമ്പനി വക്കീൽ ഇപ്പോൾ ഇങ്ങോട്ട് വരും, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം സംസാരിക്കാമെന്ന് പറയുമ്പോൾ അനിരുദ്ധ് സാർ പറയാണ്, നീ ഇനി സംസാരിച്ചാൽ നിന്നെ ഞാൻ അകത്താക്കുമെന്ന് പറയുമ്പോൾ കൃഷി മഹിയോട് പറയാണ്, മഹി നീ ഒന്നിനും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ മഹി കൃഷിനോട് പറയാണ്, കൃഷ് നീ പേടിക്കണ്ട, നമ്മുടെ വക്കീൽ ഇപ്പൊ വരും എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും കൃഷി മഹിയോട് പറയാണ്, മഹി അച്ഛനും അമ്മയും ഇതൊന്നും അറിയാതെ നീ നോക്കണമെന്ന് പറയുമ്പോൾ മഹി ശരി ഞാനൊന്നും അറിയിക്കാതെ നോക്കാമെന്ന് മഹി പറയാണ്. അതിനുശേഷം അനിരുദ്ധ് സാറ് പറയാണ്, ഇവനെ ഞങ്ങൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ട് റിമാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, സാർ ഞങ്ങളുടെ വക്കീൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ മഹിയെ പിടിച്ച് തള്ളിയിട്ട് ഒന്ന് മാറി നിൽക്കട എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധ് സാറ് കൃഷിനെയും കൊണ്ട് പോവുകയാണ്. അതിനുശേഷം നടന്ന സംഭവങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് കൺമണി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീനിവാസനും ഗോകുലും അമ്മായിമാരെല്ലാവരും കൺമണിയുടെ കൂടെ മുറ്റത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വന്നിട്ട് കൺമണിയോട് പറയുന്നത്, ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേടി, മാന്യം മര്യാദയ്ക്ക് അലിക എന്നൊരു കമ്പനി നടത്തിക്കൊണ്ടിരുന്ന ആളാണ് കൃഷ്, ഇനിയിപ്പോ കോടതി ജയിൽ എന്ന് പറഞ്ഞിട്ട് ശിഷ്ടകാലം ജീവിക്കാം. നീ വരുണിന്റെ ജീവിതം മാത്രമല്ല ആ കൃഷിന്റെ ജീവിതം കൂടിയല്ലേ തകർത്തത്, നിനക്ക് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല, അടുത്തൊരുത്തൻ വരുമ്പോ അവന്റെ കൂടെ നീ പൊയ്ക്കോളും. കൃഷിന്റെയും വരുണിന്റെയും ജീവിതം നീ കോഞ്ഞാട്ടയാക്കിയില്ലേ, ആ കൃഷി ഇപ്പൊ ജയിലിൽ കിടന്ന് ഇടികൊണ്ട് ചാകുകയായിരിക്കും, കഷ്ടം തന്നെ നിന്റെ കാര്യം എന്ന് ധനലക്ഷ്മി കൺമണിയോട് പറയുമ്പോൾ ശ്രീനിവാസൻ വന്നിട്ട് ധനലക്ഷ്മിയോട് പറയാണ്, ലക്ഷ്മി നീയൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ
പറയുമ്പോൾ ലക്ഷ്മി പറയാണ്, ഞാൻ മിണ്ടാതിരിക്കണമല്ലേ, നിങ്ങളൊരാളാണ് ഇതിനെല്ലാം കാരണം. വളർത്തുദോഷം എന്തെന്നറിയാൻ എല്ലാവർക്കും ഇവിടെ വന്നാൽ മതി. അച്ഛനും മോളും കൂടിയിട്ട് കുറേ കുടുംബങ്ങളെ വഴിയാധാരമാക്കിയില്ലേ എന്ന് ധനലക്ഷ്മി പറയാണ്. അതിനുശേഷം ധനലക്ഷ്മി കൺമണിയോട് പറയാണ്, ഈ സ്വർണമെല്ലാം ഒരു തടി ഇങ്ങോട്ട്, വല്ലവരൊക്കെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് സുഖിച്ചങ്ങോട്ട് നിൽക്കുകയാണ് നീ. പൊന്നും പണവും ഇങ്ങോട്ട് തന്ന് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന ആ വരുണിനെ നീയും നിന്റെ ആ കൃഷിയും കൂടിയിട്ട് തല്ലിച്ചതച്ചില്ലേ, ഇതിനൊക്കെ നീ അനുഭവിക്കുമെടി. അല്ല, നീ അനുഭവിച്ചു തുടങ്ങിയല്ലോ എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, അമ്മേ ഒന്നും മിണ്ടാതിരിക്കുകയെന്ന് പറയാണ്. ധനലക്ഷ്മി അപ്പോൾ ഗോകുലിനോടും തർക്കിക്കുന്നുണ്ട്, നീയൊന്നും മിണ്ടാതിരിക്കുക, ഇനി അപ്പ കുപ്പ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ പിന്നാലെ എങ്ങാനും പോവാൻ നിന്നാലുണ്ടല്ലോ എന്ന് പറയുകയാണ് ധനലക്ഷ്മി. അപ്പോഴേക്കും മനോജ് പുറത്തേക്ക് വരികയാണ്. ഒരു ബാഗൊക്കെ തൂക്കിയിട്ടാണ് മനോജ് വരുന്നത്. മനോജിനെ കാണുമ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മനോജേട്ട ഇത് എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനോജ് പറയാണ്, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, ഞാൻ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ധനലക്ഷ്മി കരഞ്ഞുകൊണ്ട്, മനോജേട്ടൻ പോയാൽ ഞാനും എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക, മനോജേട്ടൻ പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനോജ് പറയാണ്, നാളെ ദുബായിക്ക് പോകേണ്ട ഞാനാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്, എന്തിനാണ് കൺമണി നീ എൻ്റെ ജീവിതം വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നത് എന്ന് മനോജ് പറയുന്ന സമയത്ത് ശ്രീനിവാസൻ മനോജിനോട്, മോനെ നീ ഇപ്പം ഇങ്ങോട്ടും പോവണ്ട എന്നൊക്കെ പറയുമ്പോൾ മനോജ് പറയാണ്, അച്ഛൻ എന്നോടൊന്നും പറയണ്ട, ഇനി എന്നോടൊന്നും സംസാരിച്ചു പോവരുത്, അച്ഛൻ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഇവിടെയൊക്കെ നടന്നത്. ഈ കല്യാണം നടക്കേണ്ടത് എത്രത്തോളം ആവശ്യമാണെന്ന് അച്ഛനെ അറിയായിരുന്നല്ലോ, പക്ഷേ എനിക്കിപ്പോഴാണ് മനസ്സിലായത് അച്ഛനും കൂടി ചേർന്നിട്ടാണ് കൃഷിനെ ഇവിടെ എത്തിച്ചതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് മനോജ് ധനലക്ഷ്മിയോട്, ലക്ഷ്മി ഞാൻ തമിഴ്നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, അവിടെ ഇനി എന്തെങ്കിലും ജോലി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മനോജ് പോകുന്ന സമയത്ത് ഗോകുല് മനോജിനോട് പറയുന്നുണ്ട്, അച്ഛൻ പോവല്ലേ, ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനോജ് പറയാണ്, അച്ഛന് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല മോനെ, എല്ലാം നിന്റെ അപ്പ ചെയ്തു വെച്ചതല്ലേ, അച്ഛന് ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ കൺമണി വന്നിട്ട്, ഏട്ട എന്നോട് പിണങ്ങി പോവല്ലേ എന്ന് പറഞ്ഞിട്ട് മനോജിനോട് കരയാണ്. അപ്പോൾ മനോജ് പറയാണ്, എന്നെ തൊട്ടു പോകരുതെന്നേ, എനിക്കിനി ഇങ്ങനെ ഒരു അനിയത്തി ഇല്ലാന്ന് പറഞ്ഞിട്ട് മനോജ് പോവുകയാണ്. അപ്പോൾ ധനലക്ഷ്മി കരഞ്ഞുകൊണ്ട് കൺമണിയോട് പറയാണ്, ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ വഴിയാധാരമാക്കിയപ്പോൾ നിനക്ക് സമാധാനമായില്ലടി, നീയെ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി മനോജിനെ വിളിച്ചുകൊണ്ട് പിന്നാലെ പോവുകയാണ്. അമ്മായിമാരാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. കൺമണിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശ്രീനിവാസൻ വന്ന് കൺമണിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീനിവാസനും അതേസമയം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മഹി അലിഗയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ദേവ്ജിയോട് പറയുന്നുണ്ട്, സാർ കൃഷിനെ റിമാൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ദേവ്ജി ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ മഹി ദേവ്ജിയോട് പറയാണ്, നമ്മുടെ വക്കീലിനെ കാണാൻ ആ സാറ് സമ്മതിച്ചില്ല, പോലീസിനെ തല്ലിയതുൾപ്പെടെ വേറെ കുറെ വകുപ്പുകളും അവന്റെ മേലെ ചാർജ് ചെയ്തിട്ടുണ്ട്, മൊത്തം ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആണ് സാർ എന്ന് മഹി ദേവ്ജിയോട് പറയുമ്പോൾ ദേവ്ജി പറയാണ്, നമുക്ക് ഒരു വഴിയുണ്ടാക്കാം, ഇതൊന്നും എന്തായാലും സാഗറിനെ അറിയിക്കണ്ട, കൃപയുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതറിഞ്ഞാൽ അവരാകെ പതറിപ്പോവും, അത് ചികിത്സയെ ബാധിക്കും, അതുകൊണ്ട് ഇപ്പോൾ അവരെ ഒന്നും അറിയിക്കണ്ട, പിന്നെ കൃഷിന്റെ ആ ആന്റിയമ്മ ഉണ്ടല്ലോ അവരെയും മാനസയെയും ഒന്ന് അറിയിക്കണ്ട, കൃഷി 2 ദിവസം എന്തേലും മീറ്റിങ്ങിന് പോയി എന്ന് പറഞ്ഞാൽ മതിയെന്ന് ദേവ്ജി മഹിയോട് പറയാണ്. പിന്നീട് മഹി ദേവ്ജിയോട് പറയാണ്, ആ CI കൃഷിനെ എന്തൊക്കെ തരത്തിൽ ദ്രോഹിക്കാൻ പറ്റാവോ അങ്ങനെയൊക്കെ പഴയ കാര്യങ്ങൾ വെച്ചിട്ട് അവനെ ദ്രോഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ദേവ്ജി പറയാണ്, അതിനു മേലെയുള്ള പോലീസുകാരെ എനിക്കറിയാം, അയാളോട് പോകാൻ പറ, നല്ലൊരു വക്കീൽ വിചാരിച്ചാൽ കൃഷിനെ പുഷ്പം പോലെ ജയിലിൽ നിന്ന് ഇറക്കാവുന്നതേ ഉള്ളൂ, അങ്ങനെ ഒരു വക്കീലെ ഞാൻ എന്തായാലും വെക്കുമെന്ന് ദേവ്ജി മഹിയോട് പറയാണ്. അതിനുശേഷം സഹദേവൻ പോലീസ് സുമിത്രയെ വിളിച്ചിട്ട് കൃഷിനെ ജയിലിലായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്നിട്ട് സഹദേവൻ പറയുന്നുണ്ട്, ഇനിയുള്ള കാര്യങ്ങളെല്ലാം ത്രില്ലടിപ്പിക്കാൻ പോകുന്നതാണ് മാഡം, കുറച്ച് സമയത്തിനുള്ളിൽ കൃഷിനെ റിമാൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, അവനെ ഇടാൻ പോകുന്നത് ബലരാമന്റെ സെല്ലിലാണ്, എന്തായാലും ഇനി 2 ശത്രുക്കളും ഒരു സെല്ലിലാണ് കഴിയാൻ പോകുന്നത്, ശരിക്കും ഒരു സിനിമാ കഥ പോലെയുണ്ടെന്ന് സഹദേവൻ പോലീസ് പറയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ബാലുവിനും സുമിത്രയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ
സുമിത്ര പറയാണ് അതിനുള്ളിൽ കിടന്ന് അവന്മാര് രണ്ടുപേരും തല്ലി ചാകണം സഹദേവ എന്ന് പറയുമ്പോൾ സഹദേവൻ പറയാണ് അത് പിന്നെ പറയാനുണ്ടോ മേഡം, അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് സഹദേവൻ പോലീസ് പറയുമ്പോൾ സുമിത്ര പറയാണ് ആദ്യം ഞാൻ ആ സാഗറിനെയാണ് ബലരാമന്റെ മുന്നിൽ ഇട്ടുകൊടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷേ കുഴപ്പമില്ല, ആ കൃഷിയായാലും മതി, 2 യുവത്വങ്ങളല്ലേ അതിനുള്ളിലുള്ളത്, അവര് രണ്ടും തല്ലി ചാകണമെന്ന് സുമിത്ര സഹദേവനോട് പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഭാഗ്യശ്രീ എത്തുകയാണ്. അപ്പോൾ സുമിത്ര സഹദേവനോട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഭാഗ്യശ്രീ വന്നിട്ട് സുമിത്രയോടും ബാലുവിനോടും പറയുകയാണ് ഞാൻ ഏട്ടനെ ജയിലിൽ നിന്നും ഇറക്കാൻ പോവുകയാണ് ജാമ്യത്തിൽ എന്ന് പറയുമ്പോൾ സുമിത്ര ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട് എന്നാ പിന്നെ ഇന്ന് ഇടിവെട്ടി മഴ പെയ്യുമല്ലോ, നീയല്ലേ പറഞ്ഞ് തെറ്റ് ചെയ്ത ആളാണ് ബലരാമൻ എന്ന്, അവൻ ഇനിയും കുറച്ചു കാലം കൂടി ജയിലിൽ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയാണ് എനിക്കിപ്പോൾ ഏട്ടനോട് സഹതാപം തോന്നുകയാണ്, മറ്റേതോ ആളുടെ മകനാണ് ഏട്ടനെന്ന് അറിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഏട്ടനോട് സ്നേഹം കൂടിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഏട്ടനെ ജാമ്യത്തിൽ ഇറക്കാൻ തീരുമാനിച്ചു. പക്ഷേ അമ്മ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം, ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് ജാമ്യ പേപ്പറിലെല്ലാം ഒന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ട് വരണം എന്ന് പറയുമ്പോൾ സുമിത്ര പറയാണ് അതിൻ്റെ ആവശ്യമില്ല, ഷൺമുഖം വക്കീൽ അതൊക്കെ നോക്കിക്കോളും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാഗ്യശ്രീക്ക് ദേഷ്യം വരുന്നുണ്ട്, ഇത്രയും നേരമായിട്ട് അയാൾ ഏട്ടനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട് ഭാഗ്യശ്രീയോട് ബലരാമൻ്റെ കാര്യമല്ല ഞാൻ നോക്കിക്കൊള്ളാം, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, ബലരാമനെ പുറത്തിറക്കാൻ ഞാൻ ഷൺമുഖ വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഭാഗ്യശ്രീ പറയാണ് അങ്ങനെയാണോ, എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്ന് ഭാഗ്യശ്രീ പോവുകയാണ്. അതിനുശേഷം സുമിത്ര ബാലുവിനോട് പറയാണ് ബാലു ജയിലിൽ ശരിക്കും ഒരു പൂരം കൊടിയേറാൻ പോവുകയാണ്, ആ സെല്ലിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് അവർ തല്ലിച്ചാവുന്നത് സന്തോഷത്തോടെ കാണാമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയും ബാലുവും ചിരിക്കുകയാണ്. അതിനുശേഷം ബലരാമൻ ജയിലിലിരുന്നു കൊണ്ട് സാഗറിനോടും സുജാതയോടുമുള്ള പഴയ അടുപ്പങ്ങളെല്ലാം ഓർക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സഹദേവൻ പോലീസ് വരുന്നത്. എന്നിട്ട് ബലരാമനോട് ചോദിക്കുന്നുണ്ട് ബലരാമൻ സാറേ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് എന്തായാലും ഒരു കൂട്ടിന് ആള് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബലരാമൻ ചോദിക്കുന്നുണ്ട് ആരാണ് അതെന്ന് ചോദിക്കുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കൃഷി എത്തുകയാണ്. കൃഷിനെ കാണുന്നതും ബലരാമൻ ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം സെല്ലിന്റെ വാതിൽ തുറന്ന് കൃഷി അകത്തേക്ക് കടക്കുന്നതും കൃഷി ബലരാമനെയും കാണുകയാണ്. രണ്ടുപേരും ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ബലരാമൻ പോയി കൃഷിനോട് ചോദിക്കുന്നുണ്ട് കൃഷ് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ കൃഷി ബലരാമനോട് ദേഷ്യത്തോടെ പറയാണ് എന്തായാലും നീ ഇവിടെ എത്തിയതുപോലെയല്ല ഞാൻ ഇവിടെ എത്തിയത്, നിന്നെ പോലെ ദുഷ്ടതരം കാണിച്ചിട്ടുമല്ല ഇവിടെ എത്തിയത്, സ്നേഹിച്ച പെണ്ണിനെ രക്ഷിക്കാൻ നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ എത്താൻ ഒരു കാരണം കൂടി ഉണ്ടെന്ന്, നിന്നെ കാണാൻ കൂടിയാണ് വിധി എന്നെ ഇവിടെ എത്തിച്ചത്. ഇത്രയൊക്കെ ദുഷ്ടത്തരം ചെയ്തിട്ട് ഇനി ആരെയും പേടിക്കാതെ ജീവിക്കാമെന്ന് കരുതിയോ നീയൊക്കെ എവിടെ പോയി വിളിച്ചാലും വിധി നിന്റെ പിറകെ വരുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, എന്നോടും എന്റെ കുടുംബത്തോടും ചെയ്ത ദുഷ്ടതരങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിധി എന്നെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത് എന്ന് കൃഷി പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് കൃഷ് നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയാണെന്ന് പറയുമ്പോൾ കൃഷി ബലരാമനോട് പറയാണ് മിണ്ടിപ്പോകരുത്, നീ ശബ്ദിച്ചു പോകരുത്, ഇനി നീ എന്റെ വിചാരണയിൽ ഇനി നിനക്ക് ഒരു രക്ഷയുമില്ല, നിന്നെ ഞാൻ ഇവിടെ വെച്ച് കൊല്ലാൻ പോവാടാ എന്ന് പറഞ്ഞിട്ട് ബലരാമന്റെ കഴുത്തിൽ പിടിക്കുകയാണ് കൃഷി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു പോലീസുകാരൻ എത്തുന്നുണ്ട്. എന്നിട്ട് ആ പോലീസുകാരൻ കൃഷിനോട് വിടടാ എന്ന് പറഞ്ഞിട്ട് ഇനിയെങ്ങാനും ഇവിടെ നിങ്ങളുടെ അഭ്യാസം കാണിച്ചാലുണ്ടല്ലോ അപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആ പോലീസ് പോവുകയാണ്. അതിനുശേഷം ആ പോലീസുകാരൻ സഹദേവൻ പോലീസിനോട് പോയി പറയുന്നുണ്ട് എൻ്റെ സാറേ ഇവിടെ കിടന്ന് ഇവിറ്റങ്ങൾ രണ്ടും തല്ലിച്ചാകൂ എന്ന് ചോദിക്കുമ്പോൾ സഹദേവൻ പോലീസ് പറയാണ് അത് തന്നെയാണ് നമുക്ക് വേണ്ടത്, അവര് തമ്മിൽ തല്ലിച്ചാകണമെന്ന് പറയാണ്. അതിനുശേഷം വീണ്ടും കൃഷി ബലരാമനോട് പറയുന്നുണ്ട് നീയെ ഒരിക്കലും ഇവിടുന്ന് എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കൺമണി ദേവ്ജിയെ വിളിക്കുകയാണ്. എന്നിട്ട് കൃഷ് സാറിനെ കൊണ്ടുപോയിട്ട് എന്തായി സാർ എന്ന് കൺമണി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവ്ജി പറയുകയാണ്
കൺമണി, നീ എന്തായാലും കരയണ്ട, ഇപ്പോൾ കരയാനുള്ള സമയമല്ല, കാര്യങ്ങളെല്ലാം സംയോജിതമായി നേരിടാൻ ഒരുങ്ങിക്കോ, പേടിക്കണ്ട. കൃഷിനെ റിമാൻഡ് ചെയ്തു കൺമണി. നീ എന്തായാലും പേടിക്കണ്ട, നമുക്ക് നല്ലൊരു വക്കീലിനെ തന്നെ ഏർപ്പാടാക്കാം. മഹി അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായാലും കൃഷിനെ പുറത്തിറക്കി കൊണ്ടുവരും കൺമണി എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, എനിക്കെന്തോ പേടിയാവുന്നു സാർ എന്ന് പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, കൺമണി, ആരൊക്കെ പേടിച്ചാലും നീ പേടിക്കരുത്, നിനക്ക് വേണ്ടിയിട്ടാണ് കൃഷി ഇതെല്ലാം അനുഭവിക്കുന്നത്. ആ സമയത്ത് നീ എല്ലാത്തിനും അവൻ്റെ കൂടെ വേണം, നമുക്ക് എല്ലാത്തിനും ഒരു വഴിയുണ്ടാക്കാൻ കൺമണി, നീ പേടിക്കാതിരിക്കേ. പിന്നെ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ദേവ്ജി കൺമണിയോട് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ദേവ്ജിയോട് കൺമണി പറയുന്നുണ്ട്. അതിനുശേഷം ദേവ്ജി കൺമണിയോട് പറയാണ്, നീ എന്തായാലും ധൈര്യമായിട്ടിരിക്കെ, ഞാൻ എന്തായാലും എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ വിളിച്ച് നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ദേവ്ജി ഫോൺ കട്ട് ചെയ്യാണ്. കൺമണിയാണെങ്കിൽ സങ്കടപ്പെട്ടു അവിടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരുന്നത്. ധനലക്ഷ്മി കൺമണിയോട് ചോദിക്കാണ്, നീ ആർക്കാടി ന്യൂസ് ചോർത്തി കൊടുത്തത്? വരുണാണെങ്കിൽ ഹോസ്പിറ്റലിലാണ്, ആ കൃഷാണെങ്കിൽ ജയിലിലും, നീ എല്ലാ കുടുംബത്തെയും ഇപ്പൊ വഴിയാധാരമാക്കിയില്ലേ, എന്തിനാണ് നീ എല്ലാവരെയും ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ കൺമണിക്ക് ആകെ സങ്കടമായിട്ട് കൺമണി അവിടെ കട്ടിൽ അങ്ങനെ ഇരുന്ന് കരയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.